ഈ ഒരു നട്ടുച്ച സമയത്ത് ഞാനും മേതൂട്ടിയും കൂടെ എങ്ങോട്ടേക്കാണെന്നോ മത്തം പറിക്കാൻ. പച്ചമത്തനൊക്കെ പറിച്ച് ഇതുപോലെ 2-3 പഴുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ നിന്ന് ഒരെണ്ണം നമ്മളിത് അങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മത്തം വെച്ചിട്ട് നമ്മൾ പായസവും ആവിയിൽ വെച്ചിട്ടുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലേ. എന്നാൽ പിന്നെ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് എത്തിയേക്കുന്നത്. നമ്മുടെ കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടീസിന് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിനായിട്ട് നമ്മുടെ മത്തൻ അങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വലിയതായതുകൊണ്ട് ഇതിൻ്റെ അരഭാഗം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി അങ്ങ് മാറ്റി വെക്കുക. എടുത്തിട്ടുള്ള അരഭാഗം വീണ്ടും കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വീണ്ടും ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു വലുപ്പത്തിലാണ് പീസാക്കി എടുത്തിട്ടുള്ളത്. നന്ന ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നിൽക്കേണ്ട, കാരണം നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി കടായി എടുത്ത് അടുപ്പിൽ വെക്കുക. അതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം 2 ശർക്കര ചീകി എടുത്തിട്ടുള്ളതാണ്. കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ ശർക്കര പാനിയാക്കി എടുത്തോളൂ. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ കേട്ടോ. ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 2-3 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം അലിയിപ്പിച്ചെടുക്കണം. അപ്പോൾ ശർക്കരയും പഞ്ചസാരയൊക്കെ ഇതുപോലെ അലിഞ്ഞു വരുന്ന സമയത്ത് ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മത്തനങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് ശർക്കര പാനി ആക്കാൻ നിൽക്കണ്ട കേട്ടോ. മത്തനിൽ തന്നെ വെന്ത് വരുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരിക. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മത്തം കൂടെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണേ. ഒരു മീഡിയം ഫയറിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഹൈ ഫയറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ അങ്ങ് വെച്ച് കഴിയുമ്പോൾ മത്തനൊക്കെ ഒരു മീഡിയത്തിൽ അങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ടാവേ. ഇനിയിപ്പോൾ തുറന്ന് വെച്ച് വീണ്ടും നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് അങ്ങ് കുറുക്കി വരണം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ നല്ലോണം ഒന്ന് കുറുക്കി വരാനായിട്ട് മാറ്റി വെക്കുക. അല്പസമയം കഴിയുമ്പോൾ തന്നെ ശർക്കരപ്പാനിയൊക്കെ ഇതുപോലെ കുറുകി എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാകും. കൂടുതൽ അങ്ങ് വറ്റിച്ചെടുക്കാൻ നിൽക്കണ്ട കേട്ടോ, കാരണം ഇത് തണുത്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരിക. ഈ ഒരു പാകമാവുന്ന സമയത്ത് അതങ്ങ് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ വീണ്ടും പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലോട്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാനിത് ബദം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് കറുത്തമുന്തിരി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ വേണം കഴിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആയാലും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കൂടിയല്ലേ. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ പിള്ളേർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. മത്തനൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാത്ത പിള്ളേർ വരെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അങ്ങ് കഴിച്ചോളും. അത്രയ്ക്ക് ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. പിന്നെ കൃഷ്ണ അവ്യൂ എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.